കേരളത്തിന്റെ ധനകാര്യമന്ത്രി സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ബജറ്റ് അവതരണം കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കണക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കേരളത്തിൻ്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. കുറേ കള്ളക്കണക്കുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു, കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റ് പ്രസംഗങ്ങളും ആ ബജറ്റ് പ്രസംഗങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനങ്ങൾ വായിച്ചു നോക്കിയാൽ ഇപ്പോൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ പകുതിയിലധികം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള അതേ പ്രഖ്യാപനമാണ്. ചില പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്തതാണ്. കേരളം വലിയ കടക്കെണിയിലാണ് എന്നാണ് പറയുന്നത്. ആ കടക്കെണിയിലുള്ള കേരളം ഇടുക്കിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തും, അതിനു വേണ്ടിയിട്ട് 5-10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് ഈ പണം വരും? ഇതുപോലെയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ. മുതലപ്പൊടിയിൽ ഹാർബറിന്റെ കാര്യം പറയുന്നുണ്ട്. മുതലപ്പൊടിയിലെ മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അവിടെ കഴിഞ്ഞ എല്ലാ വർഷവും അവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളെടുക്കും എന്ന് പറയുക എന്നുള്ളതല്ലാതെ ഒരു ശ്രമവും നടന്നിട്ടില്ല. ദേശീയപാത വികസനം സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സ്ഥലമെടുപ്പിന്റെ 25% അത് സംസ്ഥാനം കൊടുക്കാമെന്ന് ഏറ്റതിന് ശേഷം അത് കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡിന്റെ സ്ഥലമെടുപ്പ് അടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള കരാറിൽ ഒപ്പിടാൻ സംസ്ഥാനത്തിന് സാധിക്കാത്തതുകൊണ്ട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദേശീയപാത നിർമ്മാണത്തിന്റെ മുഴുവൻ നിർമ്മാണ ചെലവും കേന്ദ്രം വഹിക്കുന്നു. സ്ഥലമെടുപ്പിന്റെ 25% മാത്രം വഹിക്കുന്ന സംസ്ഥാനം അത് സംസ്ഥാനത്തിന്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നു. 57,000 കോടിയുടെ കണക്ക് ഇന്ന് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഈ പച്ചക്കള്ളം നിയമസഭാ വേദിയിൽ അവതരിപ്പിക്കാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരു മന്ത്രിയും അതിന് തയ്യാറാവില്ല. ഈ തരത്തിൽ പച്ചക്കള്ളങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത കുറെ സ്വപ്നങ്ങളും ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ എക്കാലവും വിഡ്ഢികളാക്കാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടിട്ട് ആകെ 2 സംശയമേ ഉള്ളൂ. ഒന്ന്, ഒരുപക്ഷെ ഈ ദശകത്തിലെ വലിയ തമാശയാണ് ഈ ബജറ്റ്, അതുകൊണ്ട് ചിരിക്കണോ എന്ന് സംശയമുണ്ട്. കുറെ പേർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, നടപ്പിലാകാത്ത പ്രഖ്യാപനങ്ങൾ അത് വീണ്ടും ആവർത്തിച്ച് ജനങ്ങളെ അപഹസിക്കുന്നതിൽ ഉള്ള ദുഃഖം കാരണം കരയണമോ എന്ന് സംശയമുണ്ട്. അങ്ങനെ മലയാളി ഈ ബജറ്റ് പ്രഖ്യാപന പ്രസംഗം കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഈ ബജറ്റ് പ്രഖ്യാപനം കേട്ടിട്ടുള്ള മലയാളിയുടെ അവസ്ഥ. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യബോധത്തോടുകൂടി കേരളത്തിന്റെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടികൾ എടുക്കുന്നു, കേരളത്തിന്റെ കടക്കെണി കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടിയെടുക്കുന്നു, കേരളത്തിന്റെ നികുതി പിരിവ് ഊർജിതമാക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടിയെടുക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യബോധത്തോടുകൂടി അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ള തോന്നലെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഈ തരത്തിൽ നിയമസഭാ വേദിയെ ഗീബൽസിയൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ, രാഷ്ട്രീയ പ്രചരണം നടത്താൻ
ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് 99 MLA-മാരടക്കമുള്ള മന്ത്രിമാരെല്ലാവരും കൂടി വരികയാണ്. ശരാശരി ഒരു 50,000 രൂപ ഒരാളുടെ ചെലവ് കണക്കാക്കിയാൽ വിമാനയാത്രാക്കൂലി, ടാക്സി കൂലി, ഭക്ഷണക്കൂലി, ഹോട്ടൽ ചെലവ് 50 ലക്ഷം ചെലവാക്കാൻ പോവാണ്. 1/2 കോടി ഉറുപ്പിക. ഈ 1/2 കോടി ഉറുപ്പിക സംസ്ഥാനത്തിന്റെ ഏത് ചെലവിലാണ് പെടുത്താൻ പോകുന്നത്? 1/2 കോടി ഉറുപ്പിക ചെലവഴിക്കുന്നത് സംസ്ഥാനത്തിന് എന്ത് പ്രയോജനം കിട്ടാനാണ്? 1/2 കോടി ഉറുപ്പിക ചെലവാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ കടക്കണിയിൽ നിന്ന് വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടാൻ, ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് അടുത്ത 4 മാസം കൂടി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കാൻ ഈ 1/2 കോടി രൂപ ചെലവഴിക്കേണ്ടതുണ്ടോ എന്നുകൂടി സംസ്ഥാന ധനകാര്യമന്ത്രി ഇന്നത്തെ ബജറ്റിൽ അതിനു വേണ്ടിയിട്ട് എത്ര പണം ചെലവഴിച്ചു, എത്ര പണം നീക്കി വെച്ചിട്ടുണ്ട് എന്നെനിക്ക് അറിയില്ല. അതുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമായി. അല്ല, കാർഷിക മേഖലയിൽ ഈ 10 രൂപ കൂട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഇടതുപക്ഷ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുന്നായിരുന്നു. മാത്രമല്ല, നമ്മുടെ തോമസ് ചാഴിക്കാടൻ പാലയിൽ പ്രസംഗിച്ചപ്പോൾ എന്താ ഇത്ര ക്ഷുഭിതനായത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായി. കാരണം 10 രൂപ അത് പ്രസംഗം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില കൂട്ടേണ്ടതിന്റെ ആവശ്യകത ബോധ്യമായനെ. അത് പ്രസംഗിക്കാൻ പാടില്ല. 10 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അത് തന്നെ എവിടുന്ന് കൊടുക്കും? പണം കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കുന്നതിന് നിയമസഭയെ വേദിയാക്കരുത് എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്.